അടിയന്തരാവസ്ഥയ്ക്കെതിരായ ധീരമായ പോരാട്ടത്തിന്റെ സ്മരണകൾ ഉയർത്തി കണ്ണൂരിൽ സ്മൃതി സംഗമം നടന്നു. അടിയന്തരാവസ്ഥ ജനാധിപത്യ സംരക്ഷണ പോരാട്ട സ്മൃതി സമിതിയുടെ നേതൃത്വത്തിൽ നടത്തിയ പരിപാടി ഗോവ ഗവർണർ PS ശ്രീധരൻപിള്ള ഉദ്ഘാടനം ചെയ്തു. RSS മുൻ അഖില ഭാരതീയ കാര്യകാരി സദസ്യൻ S സേതുമാധവൻ മുഖ്യപ്രഭാഷണം നടത്തി. രാജ്യത്തെ മുഴുവൻ ഇരുട്ടിലാക്കാൻ പ്രഖ്യാപിച്ച അടിയന്തരാവസ്ഥയ്ക്കെതിരെ നടത്തിയ ധീരമായ പോരാട്ടങ്ങളുടെ ഓർമ്മകളുമായാണ് കണ്ണൂരിൽ സ്മൃതി സംഗമം നടന്നത്. അടിയന്തരാവസ്ഥ കാലത്ത് ശക്തമായ ചെറുത്തുനിൽപ്പുയർത്തി ജയിലിൽ പോയ നിരവധി ആളുകൾ പരിപാടിയുടെ ഭാഗമായി. അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച് മാസങ്ങൾക്ക് ശേഷവും അതിനെതിരെ ശക്തമായ പോരാട്ടം തുടർന്നത് RSS മാത്രമായിരുന്നുവെന്ന് പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഗോവ ഗവർണർ PS ശ്രീധരൻപിള്ള പറഞ്ഞു. രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ പ്രവർത്തന ശൈലി ഉപയോഗിച്ച് അത് പിന്തുടരുന്ന മഹത്തായ സംഘടനാ സംവിധാനവും അതിൻ്റെ ആന്തരികമായ വ്യവസ്ഥകളും അനുസരിച്ച് പിറന്ന നാടിനു വേണ്ടി, അമ്മയ്ക്ക് വേണ്ടി, രാഷ്ട്രത്തിന് വേണ്ടി സമർപ്പിക്കുമ്പോൾ അതിനെ പ്രചരണായുധമാകാതിരിക്കാൻ പരമാവധി ശ്രദ്ധിച്ച ചരിത്രമാണ് സംഘത്തിനുള്ളത്. അതുകൊണ്ട് എന്തുമാകാമെന്ന് മറ്റുള്ളവർ കരുതുന്നെങ്കിൽ താത്വികമായ മേഖലയിൽ അടിസ്ഥാനപരമായി ഈ മണ്ണിനോട് കൂറു പുലർത്തിക്കൊണ്ട് ഗാന്ധിയൻ മോഡൽ സമരം കൊണ്ട് ഇന്ത്യ രാജ്യത്തെ മാറ്റിയെടുത്ത ചരിത്രം ആ മഹാപ്രസ്ഥാനത്തിനുണ്ടെന്നുള്ളതാണ് അടിയന്തരാവസ്ഥയെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്. അടിയന്തരാവസ്ഥ കാലത്ത് RSS ഇല്ലായിരുന്നുവെങ്കിൽ നാം ഇന്നും സ്വേച്ഛാധിപത്യത്തിന് കീഴിലായിരുന്നേനെയെന്ന് ചടങ്ങിൽ മുഖ്യപ്രഭാഷണം നടത്തിയ RSS മുൻ അഖില ഭാരതീയ കാര്യകാരി സദസ്യൻ S സേതുമാധവൻ വ്യക്തമാക്കി. നമ്മൾ ഇപ്പോൾ അടുത്ത കാലത്ത് എമർജൻസി വിക്ടിം അസോസിയേഷൻ, എനിക്ക് ചെറിയൊരു അഭിപ്രായം, ഇത് എമർജൻസി വേണ്ടി പോരാളിയായി അപമാനിക്കുന്നതിന് തുല്യമാണ്. നമ്മുടെ എമർജൻസി വിക്ടിംസ് അല്ല, എമർജൻസി വിക്ടിംസ് ഈ നാട്ടിൽ സർവ്വജനങ്ങൾ വിക്ടിംസാണ്. സത്യമായിട്ട് വാക്കറിയാൻ സാധിക്കില്ല, സ്വതന്ത്രമായിട്ട് പ്രവർത്തിക്കാൻ സാധിക്കില്ല, അബദ്ധത്തിൽ നമുക്ക് നിവൃത്തിയില്ലാതെ പെട്ടുപോകുന്ന ആൾക്കാരാണ് വിക്ടിംസ്. പക്ഷേ ആ പെട്ടുപോയിട്ടുള്ള ആൾക്കാരാണ് അടിയന്തരാവസ്ഥയ്ക്കെതിരായിട്ടുള്ള എല്ലാ തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്കും ധീരതയോടുകൂടി അത് പോരാടിയ ആൾക്കാരാണ്. അതുകൊണ്ട് വാസ്തവത്തിൽ നമ്മൾ പ്രചരിപ്പിക്കുന്ന ചരിത്രം പ്രചരിപ്പിക്കുന്നത് എമർജൻസി വിക്ടിംസിൻ്റെ ചരിത്രമല്ല, എമർജൻസി ഫൈറ്റേഴ്സിൻ്റെ ചരിത്രമാണ്. സ്വാഗത സംഘം ചെയർമാൻ A ദാമോദരൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ RSS കണ്ണൂർ വിഭാഗ് പ്രചാർ പ്രമുഖ് KC ഷൈജു സ്വാഗതവും സജീവൻ മാസ്റ്റർ നന്ദിയും പറഞ്ഞു. ജനം, കണ്ണൂർ.